എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അധികം സമയമൊന്നും എടുക്കത്തില്ല, നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെയാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തേക്കുന്നത്. പെട്ടെന്ന് നമുക്കിതൊന്ന് കണ്ടിട്ട് വന്നാലോ. നമുക്ക് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് വേണ്ടത്. അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തേക്കുന്നത് ഞാനിവിടെ. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. പഴുത്തിട്ടുള്ള 4 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എത്രത്തോളം പഴം എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളവയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. പഴം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ പഴം നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. അരച്ചെടുത്ത ഈ പഴത്തിൻ്റെ കൂട്ടിലോട്ട് നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. ഇവിടെ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കാതെ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കുക. മുട്ടയൊക്കെ ചേർത്തത് കൊടുത്തുകൊണ്ട് ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വേറെ കളറോ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടെ ഫൈനായിട്ട് അരച്ചെടുത്ത ആ ഒരു കൂട്ടാണ് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉരുക്കിയ പാനി ഉണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുത്താലും മതി, പഞ്ചസാര ഒഴിവാക്കിയിട്ട്. സ്നാക്സ് തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കണം. നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് ഈ പലഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിൽ മൈദയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. മൈദ നമ്മൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ട വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കൈകൊണ്ട് ഇങ്ങനെ മുക്കി ഓയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. എത്രത്തോളം നമുക്ക് ആ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി മാറി ഇച്ചിരി ഡ്രൈ ആയിട്ട് കിട്ടണം ആ ഒരു പരുവത്തിൽ. ഗോതമ്പ് പൊടിയാണെങ്കിലും അതുപോലെ തന്നെ മൈദയാണെങ്കിലും നമ്മൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് അറിയത്തില്ല. 4 പഴം ചേർത്തതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് അളവിലോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നോയമ്പുതുറ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നേന്ത്രപ്പഴം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി തയ്യാറാക്കി എടുക്കാം. പഴുത്തിട്ടുള്ള പഴമാകുമ്പോൾ ഒത്തിരി അങ്ങ് പഴുത്തിട്ടുള്ള പഴം എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ മിക്സിയിൽ അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പഴം എടുത്തിട്ടും ചെയ്യാവുന്നതാണ്. തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ നുള്ളി ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ സ്നാക്സ് മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. കാരണം ഇതിൻ്റെ പുറവശം മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മുരിഞ്ഞു വരും. ഉൾവശം ഒന്ന് വെന്ത് കിട്ടുകയും വേണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫയർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. നോയമ്പുതുറ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഈവനിങ് സ്നാക്സാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെയും വീട്ടിൽ പഴമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോയമ്പുതുറയ്ക്കൊക്കെ വളരെ ഈസി ആയി തീരും. മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചെറിയൊരു പീസായിട്ട് വേണം നമ്മൾ നുള്ളി ഓയിലോട്ട് ഇട്ട് കൊടുക്കാൻ. അത് കുറച്ചും കൂടി അങ്ങ് പൊന്തി വരും. അതുകൊണ്ട് ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുത്താലേ ഉൾവശം വെന്ത് കിട്ടുകയുള്ളൂ. തിരിച്ചു മറിച്ചു പോയിട്ട് കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. നല്ല ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. 2 സൈഡും നല്ല രീതിയിൽ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇതെടുത്ത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ളവയും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്.
നമ്മളിവിടെ അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് പുറവശം നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റുമാണ്. ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനിയും പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊന്ന് തയ്യാറാക്കി എടുത്താൽ മതി. ഈ സ്നാക്സ് തയ്യാറാക്കിയെടുത്ത ടിഷ്യൂ ആണിത്. ഇതിലൊട്ടും തന്നെ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. അധികം പഴുത്തുപോയ പഴമായതുകൊണ്ട് എണ്ണ കുടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം ഒട്ടും തന്നെ എണ്ണയൊന്നും ഈ ടിഷ്യൂ പേപ്പറെ പിടിച്ചിട്ടില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൽ സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.